ഇപ്പോൾ GCDAക്കെതിരെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് കൊച്ചിയിൽ യുവമോർച്ച നടത്തുന്നത്. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. CPI നാടകത്തിനൊടുവിൽ PM ശ്രീ താൽക്കാലത്തേക്ക് മരവിപ്പിക്കും. ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ശേഷം പദ്ധതിയുമായി പേര് പറഞ്ഞ് കോടികൾ തുലച്ച GCDA ഭരണസമിതി പിരിച്ചുവിടുക, കലൂർ സ്റ്റേഡിയം തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവമോർച്ച എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവന്ത്ര GCDA ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ്. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. നിരവധി വനിതാ പ്രവർത്തകരുൾപ്പെടെയാണ് ഈ GCDA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരും, മെസ്സി വരും എന്ന രീതിയിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ മുഴുവൻ കബളിപ്പിച്ചുവെന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണി എന്ന പേരിൽ വ്യാപകമായ കൊള്ളയും നടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവജന സംഘടനയായ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ബസ്സിൽ കയറ്റുന്നതിനുള്ള ശ്രമം നടക്കുന്നു. പ്രവർത്തകർ പിന്തിരിയുന്നില്ല. സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുകയാണ്. നിഷ ദിലീപ് അവിടെ നിന്നും ചേരുന്നു. നിഷ, ഒരു സംഘർഷത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്, പറയും. ഗൗതം, അല്പസമയം മുമ്പാണ് യുവമോർച്ചയുടെ പ്രതിഷേധം ഈ GCDA ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. അകത്തേക്ക് തള്ളിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പിന്നീട് ഇവിടെ ഈ GCDA ഓഫീസിന് മുന്നിൽ കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ കോലം കത്തിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ GCDA കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ അകത്തേക്ക് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് ബസ്സിനുള്ളിലേക്ക് അറസ്റ്റ് ചെയ്ത് കയറ്റാൻ ശ്രമിക്കുകയാണ്. മെസ്സിയുടെ വരവും ഒപ്പം തന്നെ കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ സ്പോൺസർ നടത്തിയ വലിയ അഴിമതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വലിയ പ്രതിഷേധം കണ്ടതാണ്. GCDAയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം, ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ടെൻഡർ വിളിച്ചൊക്കെ വേണം നടത്താൻ. പക്ഷേ ഇതൊന്നുമില്ലാതെ GCDA ചെയർമാൻ രാവിലെ പറഞ്ഞത് എങ്ങും തൊടാതെ ഉള്ളൊരു മറുപടി. കാരണം ഏത് രീതിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ കൊടുക്കുക അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. സ്പോൺസർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്പോൺസർ കിട്ടുന്ന ആളുകളെ ഉപയോഗിച്ച് സ്പോൺസർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. GCDAയുടെ നിയന്ത്രണത്തിലാണ് കലൂർ സ്റ്റേഡിയം. പക്ഷേ GCDAയും ഈ സ്പോൺസറുമായും ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. ഇന്ന് രാവിലെ GCDA ചെയർമാൻ പറഞ്ഞത് സർക്കാർ നിയോഗിച്ച ഒരു അതോറിറ്റി, ആ അതോറിറ്റിയാണ്, അതായത് കായിക മന്ത്രി അടക്കമുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ഈ രീതിയിൽ സ്പോൺസർക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായി അനുമതി നൽകിയതെന്നാണ്. എന്തായാലും ആ അനുമതിക്കെതിരെ വലിയ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഈ യുവമോർച്ചയുടെ പ്രതിഷേധം രാവിലെ GCDA ഓഫീസിലേക്ക് നടന്നത്. ഈ വിവാദമൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ GCDAയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇവിടെ ചേരുന്നുണ്ട്.
എന്നാൽ ഈ കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വരില്ല എന്നാണ് GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള പറഞ്ഞത്. എങ്കിൽ പോലും വിവാദങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ ഇക്കാര്യമൊക്കെ തന്നെ ചർച്ചയ്ക്ക് വരും. എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം തന്നെ രാവിലെ ഇവിടെ എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് യുവമോർച്ചയുടെ മാർച്ച് ഇങ്ങോട്ടേക്ക് നടത്തിയത്. മാർച്ച് പനമ്പള്ളി നഗറിലെ മനോരമ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ചു. തുടർന്ന് GCDAക്ക് മുന്നിലേക്ക് എത്തി. അവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വലിയ പോലീസ് സന്നാഹം തന്നെയായിരുന്നു ഇവിടെ രാവിലെ മുതൽ തന്നെ നിലയുറപ്പിച്ചിരുന്നത്. പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പിന്നീട് പ്രവർത്തകർ ഇവിടെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാന്റെ കോലം കത്തിച്ചു. അതിനുശേഷം മതിൽ കടന്ന് സ്ത്രീകളടക്കമുള്ള യുവമോർച്ച പ്രവർത്തകർ ഈ GCDA കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നു. ആ കടന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിനുള്ളിലേക്ക് അറസ്റ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗൗതം, നിഷ, അവിടെ ഒരു സംഘർഷം രൂപപ്പെടുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദീന ഭാരതി ഉൾപ്പെടെയുള്ള യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കൾ മാർച്ചിന്റെ ഭാഗമാകുന്നതായി കാണാൻ കഴിയുന്നു. അവരെല്ലാം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണ് നിഷ? അങ്ങനെ തന്നെയാണ് ഗൗതം. യുവമോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദീന ഭാരതി അടക്കമുള്ള ആളുകൾ ഈ മാർച്ചിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. ഈ പ്രതിഷേധത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റാണ് ഈ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ അതിനെ പ്രതിഷേധിക്കുന്നുണ്ട്. ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിലേക്ക് സ്ത്രീകളടക്കമുള്ള ആളുകളെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. BJP യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച്, പിന്നീട് മന്ത്രിയുടെ കോലം കത്തിച്ച് തുടർന്ന് മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് GCDA കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവർത്തകർ കടന്നു. ആ സമയത്താണ് ബലം പ്രയോഗിച്ചത്. അതായത് ഈ യുവമോർച്ച പ്രവർത്തകരുടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ GCDA അകത്തേക്ക് കയറാനുള്ള വാതിലുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരുന്നു. എങ്കിലും ആ വാതിലിനുള്ളിലേക്കൊക്കെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അപ്പോൾ പ്രവർത്തകരെ പോലീസ് വാഹനത്തിനുള്ളിൽ എല്ലാവരെയും തന്നെ കയറ്റിയിട്ടുണ്ട്. പോലീസ് വാഹനത്തിലേക്ക് പ്രവർത്തകരെ കയറ്റി ഇപ്പോൾ ഇവിടെ നിന്ന് വാഹനം പുറപ്പെടുകയാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിട്ടുള്ളത്. മെസ്സിയുടെ പേര് പറഞ്ഞ് കോടികൾ തുലച്ച GCDA ഭരണസമിതി പിരിച്ചുവിടുക, കലൂർ സ്റ്റേഡിയം തകർത്തവർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ച എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവന്ത്ര GCDA ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇപ്പോൾ ബസ്സുകളിലേക്ക് കയറ്റുകയാണ്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് അവിടെ പ്രതിഷേധം രൂപപ്പെട്ടത്. വിവരങ്ങൾ നൽകിയത് നിഷാദ് ദിലീപാണ്.